ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഗ്ലോ അപ്പ് വിത്ത് സാൻഡി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ലൈഫിൽ ഞങ്ങൾ എങ്ങനത്തെ ആൾക്കാരെ വെച്ചിട്ടാണ് ഞങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ആവട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, ഇനി ഏത് തരം റിലേഷൻഷിപ്പും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, പിന്നെ ഞങ്ങളുടെ ഒരു സേഫ്റ്റി, ഇതൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യണതെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നല്ല ഫ്രണ്ട് എന്ന് കിട്ടാൻ ഒരുപാട് കഷ്ടമുണ്ട്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സോഷ്യൽ മീഡിയ ആപ്സും ഉപയോഗിച്ച് ഒരു യങ് ജനറേഷൻ തന്നെ എവിടേക്ക് പോകണം, എങ്ങനെയാണ് അവരുടെ ലൈഫിൻ്റെ ട്രാക്ക് പോകുന്നതും എങ്ങനെയെന്നൊന്നും മനസ്സിലാവാണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനുള്ളത് തന്നെ പേരൻസാണ്. ഓക്കെ, പേരൻസ് അറ്റ്ലീസ്റ്റ് ഫാദർ ഇല്ലെങ്കിൽ മദർ ആ ഒരു കുട്ടിയുടെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നോക്കുക, ഇല്ലെങ്കിൽ ട്രൈ ചെയ്യുക, ഒരു ഫ്രണ്ടായിട്ട് എല്ലാം ഷെയർ ചെയ്യുക, ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ നോർമലി സ്കൂളിൽ ഇല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ക്വാളിറ്റി, ഞങ്ങളുടെ ഒരു ബിഹേവിയർ, അതൊക്കെ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ സ്പോയിലാവാണ്ടാണ് ഞങ്ങൾ നോക്കേണ്ടത്. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ പറ്റിയിട്ട് തന്നെ അറിയേണ്ടതാണ്. ഓക്കെ, ആവുന്നത്ര നിങ്ങൾക്ക് വല്ല നെഗറ്റിവിറ്റി ഇല്ലെങ്കിൽ വല്ല മനസ്സിന് വിഷമം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇല്ലെങ്കിൽ അടുത്തുള്ള, അതായത് പേരൻസ് ആവാം, പിന്നെ റിലേറ്റീവ്സിൽ ആരെങ്കിലും ക്ലോസ് ആയിട്ടുള്ളവർക്കാവാം, അങ്ങനെ നിങ്ങൾ മനസ്സിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ മൈൻഡായിട്ട് ഇരിക്കുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് അവോയ്ഡ് ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയ ആപ്സാണ്. ഞാൻ പെർട്ടിക്കുലറായിട്ട് ആപ്പൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ആപ്പിനെ പറ്റിയിട്ട് ഞാൻ ഇവിടെ വ്യക്തമാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ആവുന്നത്ര ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക സോഷ്യൽ മീഡിയ ആപ്സ് കൊണ്ട്. എത്ര ആവണോ അത്ര മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. അറിഞ്ഞിരിക്കുന്നത്, അതായത് ലോകത്തിൽ എന്താ നടക്കണതെന്ന് അറിഞ്ഞിരിക്കണം, നല്ലത് തന്നെയാണ്. പക്ഷെ അത് ഒരു ലിമിറ്റ് വരെ നമ്മൾക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ എവിടെ നോക്കിയാലും ഒരു നെഗറ്റിവിറ്റി കാണപ്പെടാറുണ്ട്. ഓക്കെ, ഡേ ടു ഡേ ലൈഫിൽ. അപ്പോൾ ഞങ്ങളുടെ സേഫ്റ്റി ഞങ്ങൾ തന്നെ നോക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുന്നതിൽ അർത്ഥം ഇവിടെ ആർക്കും സേഫ്റ്റി നോക്കാൻ അറിയില്ല എന്നല്ല. പക്ഷെ ഒരു സോഷ്യൽ മീഡിയ ആപ്പ് ആവട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങൾ വെളിയിൽ പോയി വരുമ്പോൾ ഒരു സേഫ്റ്റി ആവട്ടെ, എല്ലാം ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇനി നോർമലായിട്ട് മിണ്ടാനെങ്കിലും ആൾക്കാർ ഉണ്ടാവണം, ഇല്ലെങ്കിൽ മനുഷ്യജീവിതം ഒരു വേസ്റ്റായി പോവും. അതായത് ഞങ്ങൾക്ക് റിലേഷൻഷിപ്പ് ആവശ്യമാണ് ജീവിതത്തിൽ നന്നായിട്ടിരിക്കാനും, നല്ല പോസിറ്റീവായിട്ടിരിക്കാനും, ലൈഫിൽ മുന്നോട്ട് പോകാനും. ഇത് മെയിനായിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. പക്ഷെ ചൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആലോചിച്ച് വേണം ചൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ശ്രദ്ധിച്ച് സോൾവ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ
ഈ വീഡിയോയിൽ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് ഫ്രണ്ട്സ് എങ്ങനെ സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നോർമലി നമ്മൾക്ക് ഒരാളുടെ അടുത്ത് മിണ്ടുമ്പോൾ തന്നെ നമുക്കറിയും ഒരു ലിമിറ്റ് വരെ താണ്ടിയാൽ തന്നെ, അതായത് ഒരു പേഴ്സൺ ലിമിറ്റ് താണ്ടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായി മനസ്സിലാവും. അപ്പോൾ മെല്ലെ മെല്ലെ അറിയാണ്ട് മെല്ലെ അതൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ എല്ലാവരും ഡിപ്രഷനിൽ പോകുന്നുണ്ട്, പിന്നെ സൂസൈഡൽ തോട്ട്സ് വരുന്നുണ്ട്, പിന്നെ നെഗറ്റീവായിട്ടുള്ള ഒരു കമൻറ്റ്സൊക്കെ ആവുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ആൾക്കാർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് തന്നെ ഡിപ്രഷൻ എന്ന് കടക്കാൻ വിടാൻ സമ്മതിക്കരുത്. നിങ്ങളുടെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, മെൻ്റൽ ആക്ടിവിറ്റിയൊക്കെ നന്നായി ആക്റ്റീവായിട്ട് വെക്കേണ്ടതാണ്. പിന്നെ പ്രേയേഴ്സ് ചെയ്യുക, പിന്നെ അത് ഡെയിലി ചെയ്യേണ്ടതാണ്. എപ്പോൾ എങ്ങനെ ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെ എക്സസൈസ്, നല്ല നല്ല ഹാബിറ്റ്സ്, ഗുഡ് ഹാബിറ്റ്സ്, ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു തന്ന ഒരു ട്രഡീഷൻസൊക്കെ ഫോളോ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ ഇതിൽ ലൈഫ് സ്റ്റൈലിൽ മാറേണ്ട ആവശ്യമേ അങ്ങനെയല്ല. പുതിയ ലൈഫ് സ്റ്റൈലും പിന്നെ ടെക്നോളജിയും എന്നൊക്കെ ഇമ്പ്രൂവ് ആകുമ്പോൾ കുറച്ചൊക്കെ അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ ഒരു ലിമിറ്റ്സ് ഒക്കെ നോക്കിക്കൊണ്ട് വേണം ഇത് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ലൈഫ് ഞങ്ങളുടെ കയ്യിൽ തന്നെ സേഫായിട്ട് ഇരിക്കും. പിന്നെ ഞങ്ങളുടെ ഒരു നോളജ് എന്ന് പറയുന്നത് എല്ലാം വാസ്റ്റായി വളരും. പിന്നെ ഞങ്ങൾക്ക് ലോകത്തിൽ ഒരുപാടുണ്ട്, നമ്മൾക്ക് പഠിച്ച് എല്ലാം നോക്കി അറിയാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. അറിവാണ് ഡേ ടു ഡേ ലേണിംഗ് ഈസ് ലൈഫ് ലോങ് പ്രോസസ്സാണ്. അപ്പോൾ അറിയുക, എല്ലാ ടൈപ്പും എല്ലാ തരത്തിലും ഉള്ള ഒരു നോളജ് ഇരിക്കേണ്ടത് നല്ലതാണ്. ഇന്നത്തെ യങ്സ്റ്റേഴ്സ് ഒന്നും ഞാൻ ടാർഗറ്റ് ചെയ്യുന്നില്ല. യങ്സ്റ്റേഴ്സ് ആവട്ടെ, അഡൾട്ട് ആവട്ടെ, ആരായാലും ഏത് ഏജ് ഗ്രൂപ്പായാലും ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നല്ല നോളജ് പിന്നെ കാര്യങ്ങളൊക്കെ അറിയുന്നതിലൂടെ എന്താവുമെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനത്തെ സ്റ്റേജിലും എങ്ങനത്തെ പ്രോബ്ലംസും ഞങ്ങൾ തന്നെ സോൾവ് ചെയ്യേണ്ട ഒരു ധൈര്യം, ഒരു കറേജൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ തന്നെ വരാൻ തുടങ്ങും. അപ്പോൾ എപ്പോഴും ഞങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലൂടെ തന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലൂടെ എന്താവുമെന്ന് വെച്ചാൽ, ഡേ ടു ഡേ ഞങ്ങൾ ഗ്രോ ചെയ്യുന്നതുമുണ്ട്. പിന്നെ ഞങ്ങൾ ആരാണ്, ഞങ്ങളുടെ എന്താണ് ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്, ഇനി എന്താണ് പ്രവർത്തിക്കേണ്ടത്, സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, ആൾക്കാരുടെ കൂടെ എങ്ങനെ മിങ്കിൾ ചെയ്യണം, നെഗറ്റിവിറ്റി ഷെയ്ഡ് വരുമ്പോൾ എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ പ്രോആക്റ്റീവായിട്ടുള്ള ഒരു ഐഡിയാസും കാര്യങ്ങളും ആക്ഷൻസൊക്കെ ഞങ്ങൾക്ക് തന്നെ എടുക്കാനുള്ള ഒരു ധൈര്യം, ഒരു കറേജൊക്കെ വരുന്നതാണ്. ഓക്കെ, പിന്നെ ഡേ ടു ഡേ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ സൊസൈറ്റി എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ആവുന്നത്, പുതിയ ചാലഞ്ചസ് എന്താണ് ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ എന്താണ്, പിന്നെ ഞങ്ങളെ എങ്ങനെയാണ് സേഫായിട്ട് ഇരുത്തേണ്ടതും ഞങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കേണ്ടതും ഇതൊക്കെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിലൊന്നും പോസിറ്റീവ് ഷെയ്ഡ് നെഗറ്റീവ് ഷെയ്ഡെന്ന് ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നില്ല, ജനറലി കാര്യങ്ങൾ പറയുന്നതാണ്. ഓക്കെ, ഈ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കാര്യത്തിൽ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സേഫ്റ്റി
പിന്നെ ഞങ്ങളുടെ മെൻറ്റാലിറ്റി, അതായത് പോസിറ്റീവ് മൈൻഡ് സെറ്റ്, പിന്നെ വല്ല സ്ട്രഗിൾസും ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ, ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി, എമോഷണലി ആയിട്ട് ഞങ്ങൾ വീക്കാണോ, അതോ എന്താണ് വീക്ക്നെസ്, അങ്ങനെ തളരുന്നുണ്ടോ, എല്ലാം ഞങ്ങൾക്ക് കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നതാണ്. ഓക്കെ, ഡേ ടു ഡേ ലൈഫിൽ. അപ്പോൾ നോർമലി എന്താണ് ചെയ്യേണ്ടത്, അതായത് ബേസിക്കലി ആവുന്നത്ര ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രോബ്ലംസ് ഇനീഷ്യലി തന്നെ എല്ലാം ഷെയർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവാം, പേരൻസ് ആവാം, ഇനി ഒരു നല്ല റിലേറ്റീവ് ആവാം, ആരായാലും ആവാം. ഓക്കെ, നിങ്ങൾക്ക് വിശ്വസിച്ച് ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് സോൾവ് ചെയ്യാൻ നോക്കുക. പിന്നെ പോസിറ്റീവായിട്ട് എപ്പോഴും ലൈഫിൽ മുന്നേറാൻ നോക്കേണ്ടതാണ്. പിന്നെ എപ്പോഴും പുതിയ ഒരു കാര്യങ്ങൾ പഠിക്കുന്നതും പിന്നെ പോസിറ്റീവായിട്ടിരിക്കുന്നതും എനർജറ്റിക്കായി ഇരിക്കുന്നതും ഇതൊക്കെ തന്നെ സഹായിക്കും ഞങ്ങളുടെ ഒരു ലൈഫ് എന്നുള്ള ഈ ഒരു ജേർണിയിൽ. ഓക്കെ, അപ്പോൾ പേടിക്കാനൊന്നുമില്ല. കാര്യങ്ങളൊക്കെ ഭയം തോന്നിയാലും തന്നെ ഇനീഷ്യലി നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ഒരു മനസമാധാനം കിട്ടും. പിന്നെ മനോധൈര്യം, മനസ്സിലുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ധൈര്യം, എങ്ങനത്തെ ധൈര്യത്തിലും ഞങ്ങൾക്ക് മുന്നേറാനാവുന്നുള്ള ഒരു കരുത്ത്, ഒരു സ്ട്രെങ്ത്ത് ഞങ്ങളുടെ ഉള്ളിൽ തന്നെ അത് തെളിഞ്ഞ് വരുന്നതാണ്. ഓക്കെ, പിന്നെ പ്രേയേഴ്സ് ചെയ്യുന്നതിലൂടെയും ദൈവം തന്നെ ഞങ്ങൾക്ക് പോസിറ്റീവ് എനർജി അയച്ചുകൊണ്ടിരിക്കും. ഓക്കെ, ആസ് എ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ വിശ്വസിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരുമെന്ന് നല്ല ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലൂടെ എപ്പോഴും ട്രാവൽ ചെയ്യാൻ നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനത്തെ പ്രോബ്ലംസ് വന്നാലും സ്ട്രഗിൾസ് വന്നാലും പ്രശ്നങ്ങൾ വന്നാലും, അതായത് ഫോർ എക്സാമ്പിൾ ഫൈനാൻഷ്യൽ പ്രോബ്ലം ആവാം, ഇല്ലെങ്കിൽ എമോഷണലായിട്ട് ഒരാൾ തകർന്നു പോയതാവാം, ഇല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആവാം. ഓക്കെ, ഇങ്ങനെ വല്ല പ്രശ്നങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ഞങ്ങളെല്ലാവരുമേ നോർമലായിട്ട് ഫേസ് ചെയ്യുന്നതുണ്ട്. ഓക്കെ, ഈ ഒരു ഇംപ്രൂവൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഗ്രോയിങ് ആയിട്ടുള്ള വേൾഡിൽ. ഓക്കെ, അപ്പോൾ വേൾഡ് ഡേ ടു ഡേ ചേഞ്ച് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൂടെ കൂടെ തന്നെ ഞങ്ങളുടെ സ്ട്രെസ്സൊന്നും അധികം എടുക്കാതെ ഇരിക്കുക, ഒരുപാടൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞങ്ങളുടെ പറ്റി ഡേ ടു ഡേ ലൈഫ് ഇന്നത്തെ മൂമെൻറ്റിൽ ജീവിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ പാസ്റ്റ് മറക്കാനും എല്ലാം നല്ല ഹാബിറ്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ എക്സസൈസ് ആവാം, വാക്കിംഗ് ആവാം, ജോഗിങ് ആവാം, മെഡിറ്റേഷൻ ആവാം, ബുക്ക് വായിക്കുന്നതിലൂടെ ആവാം, പേപ്പർ വായിക്കുന്നതിലൂടെ ആവാം. പിന്നെ ഇത് ഇമോഷൻസ് ആവട്ടെ, തോട്ട്സ് ഷെയർ ചെയ്യുന്നതിലൂടെ, ഒരു നല്ല ഒരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിക്കുന്നതിലൂടെ ആവാം. അങ്ങനെ ഞങ്ങളുടെ സ്ട്രെസ്സൊക്കെ ഔട്ട് ബേസ്റ്റായി വെളിയിൽ പോയി വിടും. ഓക്കെ, ഇതിലൂടെ ഞങ്ങൾക്ക് പുതിയ തോട്ട്സ് വരാനും പിന്നെ അടുത്ത കാര്യങ്ങളൊക്കെ ഡേ ടു ഡേ ലൈഫിൽ നോക്കി നടത്താനും ഇതൊക്കെ സഹായിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ചാനൽ. പിന്നെ ആവുന്നത്ര ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും. പിന്നെ എല്ലാം യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കണ്ടൻറ്റ്സായിട്ട്. നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഡ്രോപ്പ് ഇൻ ചെയ്യുന്നതാണ്. പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ എല്ലാവരും വീഡിയോസ് ചെക്ക് ചെയ്യുക, പിന്നെ ഹെയർ കെയർ ആയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഇനി അടുത്ത ഒരു 2 ദിവസത്തിൽ ഞാൻ പിന്നെയും ഹെയർ കെയർ വീഡിയോസ് ചെയ്യുന്നുണ്ട്.
പിന്നെ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എവറി സാറ്റർഡേ സൺഡേ ആകുമ്പോൾ വീഡിയോസ് ഇടുന്നതെന്നാണ്. പിന്നെ സാരി ഡ്രേപ്പിങ്ങിനെ പറ്റിയിട്ടും വീഡിയോസ് ഇടണമെന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.